Hello, good morning, beautiful souls. Welcome back to my channel. നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ ഇൻറ്ററാക്ട് ചെയ്യാതിരിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾക്കായി ക്ലെയിം ചെയ്യുക. ഓക്കെ, നമുക്ക് 10 കാർഡ് എടുക്കാം. ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് സോഡ്സ് ആണ്. രണ്ടാമത്തെ കാർഡ് ദ ഡെവിൾ. ഓക്കെ, മൂന്നാമത്തെ കാർഡ് 4 ഓഫ് വാൻഡ്സ്. നാലാമത്തെ കാർഡ് 7 ഓഫ് സോഡ്സ്. ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട്. Ten of Pentacles, Page of Wands, Five of Pentacles, Temperance. എത്ര കാർഡായി? 7. മൂന്നെണ്ണം കൂടെ. King of Pentacles. 3 of Cups. ഒരു തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് കാർഡ് റിസൾട്ട് 9 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാർഡെന്ന് പറയും, കിട്ടിയ കാർഡ്സ്. ഏസ് ഓഫ് സോഡ്സ്, ഡെവിൾ, 4 ഓഫ് വാൻഡ്സ്, 7 ഓഫ് സോഡ്സ്, 10 ഓഫ് പെൻഡക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്, 5 ഓഫ് പെൻഡക്കിൾസ്, ടെമ്പറൻസ്, കിങ് ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വന്നിരിക്കുന്നത് 9 ഓഫ് പെൻഡക്കിൾസ്. അപ്പോൾ ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് കിട്ടിയ സ്പ്രെഡ്. 10 എടുത്തെങ്കിലും നമുക്ക് 12 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കാർഡ്സ് എല്ലാം ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കിത് ഓവറോളായിട്ട് നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഈ ബന്ധത്തിലുള്ള നിങ്ങൾക്ക് 2 പേർക്കും, നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആൾക്കും നിങ്ങൾക്കും റിയൽ ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് പരസ്പരം. പക്ഷേ ചില പേടികൾ, ഓവർ തിങ്കിങ്, അത് ഈ ഒരു ബന്ധത്തിനെ നല്ലതുപോലെ സ്പോയിൽ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. ഒരു ടോപ്പ് റോ നോക്കുമ്പോൾ 3 റോസ് ഉണ്ട് ഇതിനകത്ത്. ഒരു ടോപ്പ് റോ, ഒരു മിഡിൽ റോ, പിന്നെ ഒരു ബോട്ടം റോ. ടോപ്പ് റോയിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ നടക്കുന്നതെന്ന് നോക്കിയാൽ ഏസ് ഓഫ് സോഡ്സ് പ്ലസ് ഡെവിളാണ്. ഏസ് ഓഫ് സോഡ്സ് പ്ലസ് ഡെവിളാണ് ആദ്യം വന്നിരിക്കുന്നത്. അതായത് യു ഗോട്ട് എ സഡൻ ക്ലാരിറ്റി. പെട്ടെന്ന് ചില കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി വന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി, ലൈറ്റ് യു റിയലൈസ്ഡ് യു റിയലി ലൈക്ക് ഹിം ഓർ ഹർ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തോളുക. നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ മറ്റേ സൈഡിൽ പുരുഷനാണ്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആരാണോ വായി കേൾക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ യു റിയലൈസ്ഡ് യു റിയലി ലൈക്ക് ഹിം. പക്ഷേ എന്നാൽ ഇവിടെ നല്ല രീതിയിൽ ഒരു ഒബ്സഷൻ വർക്കൗട്ട് ആവുന്നുണ്ട് നിങ്ങൾക്ക് അയാളോട് അല്ലെങ്കിൽ അവളോട്. ഓക്കെ, യു കീപ് ചെക്കിങ്. നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിസ് ഓർ ഹർ ഓൺലൈനിൽ എപ്പോൾ വരുന്നുണ്ട്, പണ്ടുള്ള ചാറ്റ്സ് നോക്കുന്നുണ്ട്. ഓക്കെ, പണ്ട് അയച്ചുള്ള ചാറ്റ്സ് എല്ലാം വീണ്ടും എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. വാട്ട് ഹി ഡസ്,
ഓക്കെ, ആൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഡെവിൾ കാർഡ് മറ്റൊരു ഗേളോ അല്ലെങ്കിൽ ഒരു ബോയോ അല്ല, മറ്റൊരു പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീ ആരാണെങ്കിലും അപ്പുറത്ത് നിൽക്കുന്നത്, അവരൊന്നും അല്ല ഇവിടുത്തെ ഡെവിൾ കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യുവർ ഓവർ തിങ്കിങ്. നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നില്ലേ, അതാണ് ഇവിടുത്തെ ഡെവിൾ കാർഡ് എന്ന് പറയുന്നത്. അത് നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്നുണ്ട് വല്ലാതെ. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ 4 ഓഫ് വോൺസ് പ്ലസ് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊരു 7 ഓഫ് സോഡ്സ് ഉണ്ട്, ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് മറ്റൊരു രണ്ടും നോക്കാം. 4 ഓഫ് വോൺസ് പ്ലസ് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇത് പറയുന്നതെന്ന് വെച്ചാൽ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ, ഓക്കെ, ഈ ബ്യൂട്ടിഫുൾ കണക്ഷനാണ്. ഈ കണക്ഷൻ സ്റ്റേബിൾ ആയിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, ലോങ് ടേം ആകണം എന്നെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 4 ഓഫ് വോൺസ് എന്ന് പറയുന്നൊരു സെലിബ്രേഷനാണ്, മീറ്റിങ്സ്, ഫാമിലി, ഫ്രണ്ട്സ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു ഫോർ എവർ ഒരു ഫാമിലി എനർജിയാണ്. ആൾ നിങ്ങളെ ഒരു വൈഫ് ഓർ ഹസ്ബൻഡ് മെറ്റീരിയലായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ആകാം, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മെറ്റീരിയലായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. ഇപ്പോൾ സംസാരിക്കുന്നില്ല, ഇപ്പോൾ ഡിസ്റ്റൻസ് ഇട്ടിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ പോലും ഹീ ഓർ ഷീ ഈസ് ഓക്കെ കൺസിഡറിങ് യു ആസ് എ വൈഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. അത് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ യു ആർ നോട്ട് എ ടൈം പാസ്. ഓക്കെ, 7 ഓഫ് സോഡ്സിൻ്റെ ഇവിടെ എനർജി, ചീറ്റിങ്ങിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലൊരാൾ അവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് എന്താണോ നിങ്ങളെക്കുറിച്ചുള്ളൊരു ഫീലിങ്സ് അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അയാളോടുള്ള ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഹീ ഓർ ഷീ ഈസ് നോട്ട് ഫുള്ളി ഓപ്പൺ, മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല, നിങ്ങളോട് കള്ളം പറയുന്നതൊന്നും അല്ല, പക്ഷേ ഹീ ഓർ ഷീ ഈസ് സ്കാഡ് ടു ഷോ ഹൗ മച്ച് ഹീ ഓർ ഷീ ഫീൽസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർ മറച്ചു വയ്ക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ഓർക്കുക, ഇതെല്ലാവർക്കും റെസനേറ്റ് ആവില്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവില്ല, വേറെ ആരുടെയെങ്കിലും എനർജി ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങളിത് കാണാൻ. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എൻ്റെ എനർജി അല്ല എന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം, അതാണ് ആദ്യത്തെ റോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് മിഡിൽ റോ ആണ്. മിഡിൽ റോ പറയുന്നതെന്ന് വെച്ചാൽ ഹിസ് ഹാർട്ട് യുവർ ഹാർട്ട്, അല്ലെങ്കിൽ ഹർ ഹാർട്ട് യുവർ ഹാർട്ട്. ഇവിടെ പേജ് ഓഫ് വോൺസ് പ്ലസ് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരാൾക്ക് എനിക്ക് തോന്നുന്നു നല്ലതുപോലെ ഏജ് കുറവാണെന്ന് തോന്നുന്നു. ഈ കേൾക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ പേജിൻ്റെ എനർജി ഉള്ള ആൾ, അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുടെ സ്വഭാവമുള്ള ഒരാൾ. ഏജ് രണ്ടും സെയിം ആണെങ്കിലും കുട്ടികളുടെ സ്വഭാവമുള്ള ആളാണ് ഈ കേൾക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്കാണ് ആ ഏജ് കുറവ് അല്ലെങ്കിൽ ആ മെച്യൂരിറ്റി കുറവ്. യു ആർ ദ പേജ്, യങ്, എക്സൈറ്റഡ്, ഓക്കെ, ഫുൾ ഓഫ് ലവ് എനർജി. നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര മെസ്സേജിങ് ഈസ് വെരി ഫാസ്റ്റ്. മറ്റേ ആൾ കിങ് എനർജിയാണ്, വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ മാത്രമേ ആൾ ചെയ്യുള്ളൂ. ഭയങ്കരമായിട്ട് മെച്ചുറാണ്, ഭയങ്കര പ്രാക്ടിക്കലാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു 50 ഇമോജീസ് ഒറ്റയടിക്ക് സെൻഡ് ആയിരിക്കും, പക്ഷേ മറ്റേ ആൾ അവിടെ നിന്ന് ഇമോജീസ് ഒന്നും അയക്കാറില്ല, അതൊന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല. സ്നേഹം കാണിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബീയിങ് ദെയർ ഫോർ യു, ഞാനിവിടെ ഉണ്ട് നിനക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു എനർജിയാണ് ആൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ അതാകാം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു മിസ് മാച്ചിങ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സ്നേഹം അത്രയ്ക്കങ്ങ് പ്രകടിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ നല്ല അപ്പുറത്തെ സൈഡിൽ നേരെ ഓപ്പോസിറ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് ഉണ്ട്, എന്നെ ഉപേക്ഷിച്ചോ, ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ഉണ്ട്. ലൈക്ക് ഡസ് ഹി ലവ് മീ ഓർ നോട്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതോ ഇല്ലേ, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. രാത്രി എപ്പോഴൊക്കെയോ അവരെ ഓർത്ത് നിങ്ങൾ കരയുന്നുണ്ടെന്ന് തോന്നുന്നു. അബണ്ടൻ്റ് ആയിട്ട്, അതായത് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ളൊരു ഫീലിംഗാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ആ ഒരു ഫീലിംഗാണ് നിങ്ങളെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്. ഓക്കെ, ഓവർ തിങ്കിങ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഓവർ തിങ്കിങ് ചെയ്തു പോകും. അപ്പോൾ മനുഷ്യ സഹജമാണ്, പക്ഷേ യു ക്യാൻ കൺട്രോൾ. ഓക്കെ, ഇവിടെ ടെമ്പറൻസ് പ്ലസ് 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഏഞ്ചൽസ് പറയുന്നത് ബി പേഷ്യൻസ് എന്ന് പറയുന്നുണ്ട്. ബാലൻസ്, എല്ലാം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഡോൺ റഷ്, തിടുക്കത്തിലൊരു കാര്യം ചെയ്യാതിരിക്കുക.
ദിസ് നീഡ് ടൈം ടു ബ്ലെൻഡ്. ഇതെല്ലാം ഒന്ന് ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. ഇന്നിപ്പോൾ എല്ലാം ഒന്ന് ഇതായിട്ട് നാളെ ശരിയാവുമെന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ. 3 ഓഫ് കപ്സ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ യുവർ ലവ് വിൽ ബിക്കം മോർ പബ്ലിക്. ഇവിടെ മറ്റുള്ളവരെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമെന്ന് തോന്നുന്നു. മറ്റുള്ളവർക്ക് അറിയാറായി. ഇത്രയും ദിവസം അത് പ്രൈവറ്റ് ആയിരുന്നെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങുന്നൊരു സമയമായി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതിനെക്കുറിച്ച് ടോക്ക് ചെയ്യും. ചിലപ്പോൾ ചില ഫ്രണ്ട്സ് നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസൊക്കെ കാണുന്നുണ്ട്. ഓക്കെ. ലാസ്റ്റ് വന്നത് ബോട്ടം റോയിൽ ഫ്യൂച്ചർ അഡ്വൈസാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സാണ്, പ്ലസ് 9 ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു റിവേഴ്സ് നൈറ്റ് ഉണ്ട്. റിവേഴ്സ് നൈറ്റ് മീൻസ് സ്റ്റോപ്പ് ചേസിങ്. അവരെ നിങ്ങൾ ചേസ് ചെയ്യരുതെന്ന് പറയുന്നു. സ്റ്റോപ്പ് ഓഫറിങ് ടു മച്ച് ദാറ്റ് ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇത് ഇഷ്ടമാണ് എന്നുള്ള പറച്ചിലത് നിർത്തുക. വെൻ യു ആർ ആൻഷ്യസ്, നിങ്ങൾക്ക് എത്രത്തോളം അവരോട് ഒരു ആൻസൈറ്റി കൂടുന്നുണ്ടോ, നിങ്ങൾ എത്രത്തോളം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പുറകെ നിന്ന് ഓടുന്നുണ്ടോ, ഹി വിൽ പുൾ ബാക്ക്. അവർ തിരിഞ്ഞോടും. നിങ്ങൾ അവരുടെ പുറകെ നിന്ന് പോകുമ്പോൾ അവർ തിരിഞ്ഞോടും, ഇങ്ങോട്ട് വരില്ല. ഓക്കെ. എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ബി ലൈക്ക് 9 ഓഫ് പെൻഡക്കിൾസ്. 9 ഓഫ് പെൻഡക്കിൾസിന് എനർജി പോലെ ആയിരിക്കുക. അതായത് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുക, സെൽഫ് കെയർ ആയിട്ടിരിക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക. ഒരു ക്യൂൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ. ഹൂ ഈസ് ഹാപ്പി എലോൺ. ക്യൂൻ എങ്ങനെയാണ്, ആരും ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ് എന്നുള്ളൊരു എനർജിയിലിരിക്കുക. ആൾസോ ദാറ്റ് എനർജി വിൽ പുൾ ഹിം ടുവേർഡ്സ് യു. ഓക്കെ. പുൾ ഹിം ഓർ ഹർ ടുവേർഡ്സ് യു. ആ ഒരു എനർജി ആയിരിക്കും അവളെ അല്ലെങ്കിൽ അവനെ നിങ്ങളിലേക്ക് തിരിച്ച് അടുപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ചേസ് ചെയ്യാൻ തുടങ്ങിയാൽ കാര്യം നടക്കില്ല. ഓക്കെ. ഇവിടുത്തെ അഡ്വൈസ് പോലെ എനിക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഹി ഓർ ഷീ ഈസ് നോട്ട് ഗോയിങ് എനിവെയർ. ഒരിടത്തോട്ട് അവർ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു ഡബിൾ എനർജിയിൽ നിന്നും പുറത്തു വരണം. സ്റ്റോക്ക് ചെയ്യുന്നത് നിർത്തുക. സ്റ്റോപ്പ് ആസ്കിങ് അബൌട്ട് അതർ ഗേൾ. വേറൊരു പെൺകുട്ടിയായിട്ടോ അല്ലെങ്കിൽ പയ്യനുമായിട്ടോ സ്ത്രീയുമായിട്ടോ പുരുഷനുമായിട്ടോ ഒക്കെ അവർക്ക് റിലേഷൻഷിപ്പ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് എപ്പോഴും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്. ഡോണ്ട് കൺഫസ് ടു മച്ച് റൈറ്റ് നൗ. ഒരുപാട് കാര്യങ്ങൾ തുറന്ന് കൺഫസ് ചെയ്യാതിരിക്കുക. എനിക്കിതിനെ ഇഷ്ടമാണ് എന്നെപ്പോഴെപ്പോഴും പറയാതിരിക്കുക. ഡോണ്ട് വാണ്ട് ടു കൺഫസ് ടു മച്ച്. ഓക്കെ. ടെമ്പറൻസ് സേസ് ബി കാം. ഇവിടെ ടെമ്പറൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ടെമ്പറൻസ് പറയുന്നത് ബി കാം, സമാധാനമായിട്ടിരിക്കുക. ഇഫ് യു ആർ ടു മച്ച് പേജ് ഓഫ് വോൺസ്, നിങ്ങൾ പേജ് ഓഫ് വോൺസിൻ്റെ എനർജി നിങ്ങൾക്ക് കൂടുതലായിട്ട് വരികയാണെങ്കിൽ, അതായത് പേജ് എന്ന് പറയുമ്പോൾ എക്സൈറ്റഡ് ആണ്, ആ എനർജി നിങ്ങൾക്ക് കൂടുതലായിട്ട് വരികയാണെങ്കിൽ കീപ്പ് കിങ് വിൽ ഗെറ്റ് സൈലൻറ്റ്. നിങ്ങൾക്ക് ആ ഒരു പേജിൻ്റെ എനർജി, കൊച്ചുകുട്ടികളുള്ളത് പോലുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇമ്മച്വറായിട്ടുള്ളൊരു പ്രവർത്തികൾ കൂടുകയാണെങ്കിൽ കിങ് എന്താവും? സൈലൻ്റ് ആവും. അപ്പുറത്ത് നിൽക്കുന്നത് കിങ് ആണ്, മനസ്സിലാക്കുക. ആൾ ഭയങ്കര പവർഫുള്ളായിട്ട് ഭയങ്കര മെച്ചുവർഡായിട്ട് നിൽക്കുന്നൊരു എനർജിയാണ്. സോ ഹി ഓർ ഷീ വിൽ ബി സൈലൻറ്റ്. ഓക്കെ. നെക്സ്റ്റ് 2 വീക്സിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള ചില കാര്യങ്ങൾ പറയാം. ബി എ ലിറ്റിൽ ബിസി. നിങ്ങൾ കുറച്ചും കൂടെ ബിസി ആവുക. പോസ്റ്റ് നൈസ് സ്റ്റോറീസ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില നല്ല നല്ല സ്റ്റോറീസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ. അതായത് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. അവരായിട്ട് തന്നെ വന്നോളും. അങ്ങനത്തെ ഒരു സന്തോഷ സമയം എനിക്ക് ഈ കാർഡുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജിയൊക്കെ കാണുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിലെ മെയിൻ എനർജി എന്ന് പറയുന്നത്. ആ മൂന്നാമത്തെ എനർജി നിങ്ങളുടെ ഭയം മാത്രമാണ്, ആളിൻ്റെ മനസ്സിൽ ഇല്ല. ഓക്കെ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ റീഡിങ്സിൽ എനിക്ക് കാണാൻ പറ്റിയത്. എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നെനിക്കറിയില്ല. റെസനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നന്ദി. താങ്ക് യു.